ഹെയർ ഓയിൽ ഏത് ഉപയോഗിച്ചു എന്നതിലല്ല, മറിച്ച് അത് ശരിയായ രീതിയിലാണോ ഉപയോഗിച്ചത് എന്ന് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ഇനി നമുക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഹെയർ ഓയിൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ്, ഫ്രിസി ആണ്, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആണ് എങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഹെവി ഓയിൽസ് ആണ്. ഹെവി ഓയിൽസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മുടെ കോക്കനട്ട് ഓയിലോ ആവണക്കെണ്ണയോ അല്ലെങ്കിൽ ആംല ഓയിൽസ് അല്ലെങ്കിൽ നെല്ലിക്കേന്റെ എണ്ണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് മുന്നേ ചെറുതായി ചൂടാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ അബ്സോർപ്ഷൻ കൂട്ടാനായിട്ട് നമുക്കത് സഹായിക്കും. മറിച്ച് നിങ്ങളുടെ ഹെയർ ഭയങ്കര ഓയിലിയാണ്, ഭയങ്കര തിന്നായിട്ട് നേർത്ത ഹെയർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ഓയിൽസ് മതിയാവും. ഈ ലൈറ്റ് ഓയിൽസ് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ലൈറ്റ് ഓയിൽസ് ഉപയോഗിക്കുന്നതിന് മുന്നേ ചൂടാക്കേണ്ട ആവശ്യമില്ല. ലൈറ്റ് ഓയിൽസിന്റെ കാറ്റഗറിയിൽ വരുന്നത് ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ജോജോബ ഓയിൽ, ഇതുപോലുള്ള ഓയിൽസ് ഒരിക്കലും ചൂടാക്കാൻ പാടില്ല. ചൂടാക്കുന്നത് കൊണ്ട് അതിന്റെ ന്യൂട്രിയൻ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തു, മസാജ് ചെയ്തു, എത്ര നേരമാണ് നമ്മൾ തലയിൽ വെച്ചേക്കേണ്ടത് അല്ലെങ്കിൽ വാഷ് ചെയ്യേണ്ടത് എപ്പോഴാണ്? നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു ലൈറ്റ് ഓയിൽ ആണ് എങ്കിൽ, അതായത് ബദാം ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ പോലുള്ള ലൈറ്റ് ഓയിൽ ആണ് എങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 1 അവർ മാത്രം മതിയാവും. കാരണം അതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 1 അവർ മാക്സിമം മതിയാവും. മറിച്ച് നിങ്ങളുടെ മുടി ഭയങ്കര ഡാമേജ്ഡ് ആണ്, നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു ഹെവി ഓയിലാണ്, കോക്കനട്ട് ഓയിലോ കാസ്റ്റർ ഓയിലോ എന്തെങ്കിലും ആണ് എങ്കിൽ മിനിമം ഒരു 4 അവേഴ്സ് എങ്കിലും അതൊന്ന് തലയിൽ വെച്ചേക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് രാത്രി അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് ലീവ് ചെയ്തിട്ട് രാവിലെ വാഷ് ചെയ്യുന്ന രീതിക്ക് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷാമ്പു ഉപയോഗിച്ച് നന്നായി തലയിലെ ഓയിൽ മുഴുവൻ വാഷ് ഔട്ട് ചെയ്ത് കളയാൻ മറക്കാണ്ടിരിക്കുക.